ഹലോ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മുടെ അപ്ലൈഡ് ആൻഡ് അഡ്വാൻസ്ഡ് കെമിസ്ട്രി എന്ന് പറഞ്ഞ പേപ്പറിലെ ഒരു മൊഡ്യൂൾ നമ്പർ 5 ഉണ്ട്. അതിൻ്റെ പേരാണ്, മൊഡ്യൂളിൻ്റെ പേരാണ് അപ്ലൈഡ് ഇനോർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഈ അപ്ലൈഡ് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ 2 സെക്ഷൻസ് ആയിട്ടാണുള്ളത്. അതിലെ ഒരു സെക്ഷനാണ് കെമിക്കൽ ഇൻഡസ്ട്രീസ് ഇൻ കേരള. കേരളത്തിലെ പ്രധാനപ്പെട്ട കെമിക്കൽ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്, അതിൻ്റെ ലൊക്കേഷൻ, അതെവിടെയൊക്കെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്, അതിലുപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ഇനി അത് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ കെമിസ്ട്രിയാണ് ആ പ്രോഡക്റ്റിൻ്റെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ യൂസസ് എന്തൊക്കെയാണ്. ഇതാണ് ഒരു സെക്ഷനിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സിലബസിൽ മെയിനായിട്ടും 5 കെമിക്കൽ ഇൻഡസ്ട്രീസ് ഇൻ കേരളയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഒന്നാമത്തത് മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡ്. നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡിൽ സിമെൻ്റാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് വൺ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ്. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റിലെ TiO2 ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് തേർഡ് വൺ SCL എന്ന് പറയും, SCL സ്റ്റീൽ കോംപ്ലക്സ് ലിമിറ്റഡ്, സ്റ്റീൽ ഉണ്ടാക്കുന്ന സ്ഥലം. ദെൻ ഫാക്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്. അവിടെ അമോണിയം സൾഫേറ്റ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ്. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ്, അവിടെ കോസ്റ്റിക് സോഡയും ക്ലോറിനും ആണ് മെയിനായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഈ 5 എണ്ണത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കുന്ന അവർ യൂസ് ചെയ്യുന്ന പ്രിപ്പറേഷൻ മെത്തേഡ്സ്, അതുപോലെ അവരുടെ റോ മെറ്റീരിയൽസ്, അതൊന്നും പ്രത്യേകിച്ച് ഒരു ടെക്സ്റ്റ് ബുക്സിലും അവൈലബിൾ അല്ല. അപ്പം നമ്മൾ കൂടുതലായിട്ട് സൈറ്റുകളിൽ നിന്നും, അവരുടെ സൈറ്റിൽ നിന്നും, അതുപോലെ അവിടുത്തെ ആൾക്കാരിനെയൊക്കെ ബന്ധപ്പെട്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള നോട്ട്സൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേറെ റെഫറൻസുകളൊന്നും ഉണ്ടായിരിക്കില്ല, ജസ്റ്റ് ഈ തരുന്ന നോട്ട് പഠിക്കുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ 100% അവരുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സും അവരുപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയൊന്നും നമ്മളോട് റിവീൽ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അത് അവരുടെ മാത്രം ഒരു സീക്രസിയാണ്, അല്ലേ? അപ്പോൾ ഇപ്പം തരുന്ന നോട്ട്സ്, ഈ പോയിൻറ്റ്സ് പഠിക്കേണ്ടതാണ്, അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ഓരോന്നും ചോദിക്കും, എന്നിട്ട് അത് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ ഫില്ലപ്പ് ബ്ലാങ്ക്സിലൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ ആയിട്ട് ചോദിക്കാറുണ്ട്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അവിടുത്തെ മാനുഫാക്ചറിങ് ഐറ്റംസ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എസ്സേയുടെ പാർട്ടായിട്ട് ഇതിൽ 2-3 കെമിക്കൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരാറുണ്ട്. അതുപോലെ ഇവ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ഇപ്പോൾ സിമെൻറ്റ്, അതുപോലെ വേറൊരു സ്ഥലത്ത് ടൈറ്റാനിയം ഡയോക്സൈഡ്, മറ്റൊരു സ്ഥലത്ത് സ്റ്റീൽ, അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോന്നും സ്പെസിഫൈ ചെയ്തിട്ട് അതിൻ്റെ യൂസുകൾ എന്തൊക്കെയാണ്, എക്കണോമിക്കലായിട്ടുള്ള മെത്തേഡ്സൊക്കെയാണ് പലരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസസ്, ഈ പ്രോഡക്ട്സിൻ്റെ മെയിനായിട്ടുള്ള യൂസസ് എന്തൊക്കെയാണെന്നും സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ഭാഗം തന്നെയാണിത്. അപ്പോൾ ഈ നോട്ട്സ് തന്നെയാണ് മെയിനായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരെണ്ണം കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡ്. നിങ്ങൾ ധാരാളം കേട്ടിരിക്കുന്ന ഒരു പേരായിരിക്കും, അല്ലേ? വളരെ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയ ഒരു കെമിക്കൽ ഇൻഡസ്ട്രിയാണ് മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡ്. ഞാൻ പറഞ്ഞിരുന്നു, അവിടെ സിമെൻ്റാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് 1961-62 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരെ ഒരു ലൈംസ്റ്റോണിൻ്റെ ഡെപ്പോസിറ്റ് ലൊക്കേറ്റ് ചെയ്തു. എവിടെയാണത് ലൊക്കേറ്റ് ചെയ്തത്? വാളയാർ റീജിയൻ ഓൺ ദ നോർത്തേൺ സൈഡ് ഓഫ് പാലക്കാട് ഗ്യാപ്പ്. പാലക്കാട് ചുരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വാളയാർ റീജിയനിലാണ്, പാലക്കാട് ചുരത്തിൻ്റെയൊക്കെ നോർത്തേൺ സൈഡിലായിട്ടാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1961-62 ലൈംസ്റ്റോണിൻ്റെ ഒരു ഡെപ്പോസിറ്റ് അവർ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊരു ഹില്ലി ടെറൈൻ ഏരിയ ആണ്, കുറച്ച് മലകളായിട്ടൊക്കെ അങ്ങനെയൊക്കെ കാണപ്പെടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വന്ന ഒരു ഘട്ടമായിരുന്നു. എന്തിന്? അവിടെ ഒരു സിമെൻറ്റ് ഫാക്ടറി പുട്ടപ്പ് ചെയ്യാനായിട്ട്.
കുറേ അധികം എഫേർട്ട് എടുത്താലാണ് അത്തരത്തിലുള്ള ഹില്ലി ടെറൈൻ ഏരിയയിൽ നമുക്ക് സിമെൻറ്റ് ഫാക്ടറി പുട്ടപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് വളരെ ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് കെയിം ഫോർവേഡ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ട് അങ്ങനെ ഒരു ഫാക്ടറി അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ആ ഫാക്ടറിയുടെ പേരാണ് എന്ത്? മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് പറയാം. എവിടെയാണ്? അതായത് വാളയാർ റീജിയനിലെ ഒരു ലൈംസ്റ്റോൺ ഡെപ്പോസിറ്റ് കണ്ടുപിടിച്ചു. അതായത് നോർത്തേൺ സൈഡ് ഓഫ് പാലക്കാട് ഗട്ട്. പാലക്കാട് ഗട്ടിൻ്റെ നോർത്തേൺ സൈഡിലായിട്ടാണ് ഈ മലബാർ സിമെൻറ്റ്സ് സ്ഥിതി ചെയ്യുന്നത്. അത് ഏത് ഗവൺമെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അത്തരത്തിലുള്ളൊരു ഇനീഷ്യേഷൻ ഇവിടെ കൊണ്ടുവന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ പബ്ലിക് സെക്ടർ യൂണിറ്റ് ഇൻ കേരള. അതൊരു പ്രൈവറ്റ് ഒന്നല്ല, ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റ് ആണ്. അവിടെ മെയിനായിട്ട് 2 ബ്രാൻഡ്സ് സിമെൻറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. ആ ബ്രാൻഡ്സിൻ്റെ പേര്, ഒന്നിൻ്റെ പേര് മലബാർ സൂപ്പർ എന്നുമാണ്, മറ്റേതിൻ്റെ പേര് മലബാർ ക്ലാസിക്സ് എന്നുമാണ്. അപ്പോൾ ഏതൊക്കെ ബ്രാൻഡ്സ് ആണ് നമ്മുടെ മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏതൊക്കെ ബ്രാൻഡ്സ് ഓഫ് സിമെൻറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ മലബാർ സൂപ്പർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് മലബാർ ക്ലാസിക്. And the plant underwent many renovations during this period, and the modernization of cement mill completed in December 2004. അപ്പോൾ 1961-62 ഈ ഡെപ്പോസിറ്റ് ലൊക്കേറ്റ് ചെയ്ത് പിന്നെ അവിടെ ഒരു ഫാക്ടറിയൊക്കെ സ്ഥാപിച്ചു വന്നു. എന്നിട്ട് പിന്നീട് കാലഘട്ടങ്ങൾ കഴിയുന്തോറും ഈ ഫാക്ടറിക്ക് ധാരാളം റിനോവേഷൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഈ സിമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സിലൊക്കെ പലതരം നവീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഈ സിമെൻറ്റ് മില്ലിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തത് ഡിസംബർ 2004 Okay, so this Malabar cement it has the state of art dry processing technology for the manufacture of super quality cement. വളരെ ഹൈ ഗ്രേഡ് ക്വാളിറ്റി സിമെൻ്റ് ആണ് അവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ക്വാളിറ്റി ഈസ് മച്ച് എബവ് ദ നാഷണൽ സ്റ്റാൻഡേർഡ്. നാഷണൽ സ്റ്റാൻഡേർഡിനേക്കാളും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ക്വാളിറ്റിയുള്ള സിമെൻ്റ് ആണ് മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ്. അപ്പോൾ മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡിലെ എന്തൊക്കെ പ്രോസസ്സുകളിൽ കൂടിയാണ്, ജസ്റ്റ് ഒരു വേഗമായിട്ട് നമുക്ക് കിട്ടണുള്ളൂ, ഓരോന്നും ഡീപ്പായിട്ടൊന്നും അവർ നമുക്ക് റിവീൽ ചെയ്ത് തരില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ എന്തൊക്കെ പ്രോസസ്സ് വഴിയാണ് നമുക്ക് സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യണതെന്ന് നോക്കാം. So this Malabar Cements Limited manufactures cement through the most modern dry process method based on world-renowned German technology. നിങ്ങൾ ടി വിയിലൊക്കെ പരസ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ, സിമെൻറ്റ് ഉണ്ടാക്കുന്നത് ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണെന്നൊക്കെ. അപ്പോൾ ഈ മലബാർ സിമെൻറ്റ്സിലും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വളരെ ഡ്രൈ പ്രോസസ് മെത്തേഡ് തന്നെയാണ്. അത് വേൾഡ് റിനൗൺസ്ഡ്, വേൾഡിൽ മൊത്തം യൂസ് ചെയ്യുന്നത് വളരെയധികം കീർത്തി കേട്ട ഒരു ടെക്നോളജിയാണ് ജർമ്മൻ ടെക്നോളജി എന്ന് പറയുന്നത്. ആ മെത്തേഡിൽ കൂടി തന്നെയാണ് മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡിലും സിമെൻറ്റ് മാനുഫാക്ചർ നടത്തുന്നത്. സോ ദ മേജർ റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് സിമെൻറ്റ് മാനുഫാക്ചറിന് ഉപയോഗിക്കുന്നത്? ലൈംസ്റ്റോണും ലാറ്ററൈറ്റും ആണ്. ആൻഡ് ദീസ് ആർ നാച്ചുറൽ മിനറൽസ് ഒബ്റ്റെയിൻഡ് അറ്റ് വാളയാർ റീജിയൻ. അവിടെ വാളയാർ റീജിയൻ നമ്മുടെ പാലക്കാട് ഗട്ടിൻ്റെ നോർത്തേൺ സൈഡിലുള്ള വാളയാർ റീജിയൻ ഉണ്ടല്ലോ, ആ ഭാഗത്ത് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് തന്നെയാണ് സിമെൻറ്റ് മാനുഫാക്ചറിന് ഉപയോഗിക്കുന്ന ലൈംസ്റ്റോണും അതുപോലെ ലാറ്ററൈറ്റും ഒക്കെ. ആൻഡ് ദിസ് റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ഓൾ നെസസറി ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ്. നമുക്ക് സിമെൻറ്റ് മാനുഫാക്ചറിനുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലൈമ്, സിലിക്ക, അലൂമിന, അയൺ ഓക്സൈഡ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ റോ മെറ്റീരിയൽസൊക്കെ എല്ലാ നെസസറി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഫോർ സിമെൻറ്റ് മാനുഫാക്ചറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ്? ലൈം, സിലിക്ക, അലൂമിന ആൻഡ് അയൺ ഓക്സൈഡ്. ആൻഡ് ദിസ് എൻറ്റയർ മാനുഫാക്ചറിങ് പ്രോസസ്, ഈ മൊത്തം പ്രോസസ്സും ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആണ്. ഒരു സെൻട്രൽ കൺട്രോൾ റൂം വഴി കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആണ്. അതുപോലെ അതിൻ്റെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സും എല്ലാ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെയധികം മോണിറ്റർ ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രേഡുള്ള സിമെൻറ്റ് തന്നെയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ ഓരോ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിലും നല്ല ശ്രദ്ധ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് ദ സിമെൻറ്റ് പ്രൊഡക്ഷൻ പ്രോസസ് ജനറലി ഇൻവോൾവ്സ് 3 stages.
മെയിനായിട്ട് ഇതിൽ 3 സ്റ്റേജുകളാണ് മാനുഫാക്ചർ ഓഫ് സിമെൻറ്റിൽ വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റോ മീൽ പ്രൊഡക്ഷൻ. ഓക്കെ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രൊഡക്ഷനാണ്. ഓക്കെ, so this limestone obtained from this captive mines is enriched with higher quality limestone procured from nearby states as and when required. നമ്മൾ പറഞ്ഞു നമുക്ക് ലൈംസ്റ്റോണും അതുപോലെ ലാറ്ററൈറ്റും ഒക്കെ നമ്മുടെ വാളയാർ റീജിയനിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ, ഈ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ലൈംസ്റ്റോണിലൊക്കെ ചിലപ്പോൾ അത്ര അങ്ങ് ഹയർ ക്വാളിറ്റി ലൈംസ്റ്റോൺ എല്ലാം ഉണ്ടായിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഈ കിട്ടണ ലൈംസ്റ്റോണിൽ നമ്മൾ അതിനെ കൂടുതലായിട്ട് എൻറിച്ച് ചെയ്യാണ്, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഹയർ ക്വാളിറ്റി ലൈംസ്റ്റോൺ. അത് നിയർ ബൈ സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ കിട്ടണ ഹയർ ക്വാളിറ്റി ആയിട്ടുള്ള ലൈംസ്റ്റോണും കൂടി നമുക്ക് ഈ ക്യാപ്റ്റീവ് മൈൻസിൽ നിന്ന് കിട്ടുന്ന ലൈംസ്റ്റോണിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം അങ്ങനെ കിട്ടുന്ന നമ്മുടെ റോ മിക്സ് അതിൽ ഏകദേശം 95% ലൈംസ്റ്റോണും ഉണ്ടായിരിക്കും, അതുപോലെ 5% ലാറ്ററൈറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് കിട്ടണ റോ മിക്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇറ്റ് കണ്ടെയ്ൻസ് 95% ലൈംസ്റ്റോൺ ആൻഡ് 5% ലാറ്ററൈറ്റ്. ഇനി ഈ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ നന്നായിട്ട് ക്രഷ് ചെയ്യാണ്. ക്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ പൊടിക്കുകയാണ് ചെയ്യുന്നത്. സോ ദ റോ മെറ്റീരിയൽസ് ആർ ഫസ്റ്റ് ക്രഷ്ഡ് ടു അബൌട്ട് 20 to 25 millimeter സൈസ്. അപ്പോൾ വളരെ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് ഇത് നമ്മളിതിനെ പൊടിച്ചെടുക്കുകയാണ്. എന്നിട്ട് this proportioned raw materials are ground in a ball mill in dry condition to a very fine powder. അപ്പോൾ കുറച്ച് വലുപ്പമുള്ള പാർട്ടിക്കിൾസ് ആണ് ഇപ്പം നമുക്ക് ക്രഷ് ചെയ്തപ്പോൾ കിട്ടിയത്. അതിനുശേഷം അതിനെ നമ്മളൊരു ബോൾ മില്ലിലേക്ക് കൊടുക്കുകയാണ്. അതിൽ കിടന്ന് തന്നെ നന്നായി പൊടിച്ച് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് എന്ത് പറയുന്നത്? റോ മീൽ എന്ന് പറയുന്നത്. എന്നിട്ട് അത് നമ്മൾ കോൺക്രീറ്റ് സിലോസിലൊക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹോമോജനൈസ്ഡ് ടു ഗെറ്റ് എ യൂണിഫോം പ്രോഡക്റ്റ്. എല്ലാ ഭാഗവും ഒരുപോലെ യൂണിഫോമിറ്റി ഉള്ള ഒരു റോ മീലായിട്ട് നമ്മളതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കോൺക്രീറ്റ് ആയിട്ടുള്ള സിലോസിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു എന്താണ്? റോ മീൽ പ്രൊഡക്ഷൻ. റോ മീൽ നമുക്കറിയാം, നമുക്ക് വാളയാർ റീജിയനിൽ ലൈംസ്റ്റോൺ ഒക്കെ കിട്ടുന്നുണ്ട്. അതിന് നമ്മൾ കൂടുതൽ എൻറിച്ച് ചെയ്യാണ് നിയർ ബൈ സ്റ്റേറ്റ്സ് കിട്ടുന്ന ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ലൈംസ്റ്റോൺ വെച്ചിട്ട്. അപ്പം അങ്ങനെ 95% ലൈംസ്റ്റോണും 5% ലാറ്ററൈറ്റും ഉണ്ടായിരിക്കും. ആ സാധനത്തിന് നമ്മൾ ക്രഷ് ചെയ്ത് സൈസൊക്കെ ഒന്നുകൂടി കുറയ്ക്കണു. എന്നിട്ട് അതിനെ വീണ്ടും ബോൾ മില്ലിൽ വെച്ചിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഫൈൻ പൗഡർ ആക്കിയിട്ട്, വെരി ഫൈൻ പൗഡർ ആക്കിയിട്ട് മാറ്റുന്നു. അങ്ങനെ കിട്ടുന്ന പൗഡറിനെയാണ് നമ്മൾ റോ മീൽ എന്ന് പറയുന്നത്. എന്നിട്ട് അത് യൂണിഫോം ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ കോൺക്രീറ്റ് സിലോസിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് റോ മീൽ പ്രൊഡക്ഷൻ ആയിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ ക്ലിങ്കർ പ്രൊഡക്ഷൻ. അതായത് നമുക്ക് ഈ കിട്ടിയ റോ മീലില്ലേ, അതിനെ നമ്മൾ ക്ലിങ്കറിലേക്ക് മാറ്റുകയാണ്. ക്ലിങ്കർ എന്ന് പറയുന്നത്, ക്ലിങ്കറായിട്ട് മാറ്റുന്നത് എന്തിൽ വെച്ചിട്ടാണ്? ഒരു റോട്ടറി കിൻ എന്ന് പറയും. അതായത് നല്ല ടെമ്പറേച്ചർ, നല്ല ചൂളാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ചൂളയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പോഴാണ് നമുക്ക് ക്ലിങ്കർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റോട്ടറി കിൻ എന്ന് പറഞ്ഞാൽ അതൊരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു ഷെല്ലാണ്. ഏകദേശം 65 മീറ്റർ ലെങ്ത്തും 4.2 മീറ്റർ ഡയമീറ്ററും ഒക്കെ ഉള്ള ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഷെല്ലാണ് അത്. പിന്നെ അതിനെ ഉള്ളിലൊക്കെ ലൈൻ ചെയ്തിട്ട് റിഫ്രാക്ടറി ബ്രിക്സ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഈ റോട്ടറി കിൻ എന്ന് പറയുന്നത് കുറച്ച് ചെരിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക, ഇൻക്ലൈൻഡ് ചെയ്തിട്ടായിട്ടിരിക്കുക അറ്റ് 3% ആൻഡ് സെറ്റ് റൊട്ടേറ്റിംഗ്. അതിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻസ് എന്ന് പറയുന്നത് 2 to 2.2 റെവല്യൂഷൻസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 2 to 2.2 റെവല്യൂഷൻസ് അത് നടത്തും. ഓക്കെ, then it is provided with a 4-stage multi-cyclone preheater system through which the homogenized raw meal is fed to the kiln by means of belt bucket elevators. അതായത് ഇത്തരത്തിലുള്ള ഒരു സെറ്റിങ്സിലെ ഒരു 4-stage multi-cyclone preheater, ഹീറ്റ് ചെയ്യുന്ന കുറേ ടെക്നോളജീസൊക്കെ ഉണ്ട്. അപ്പം അതിലേക്ക് നമ്മളൊരു ബെൽറ്റ് ബക്കറ്റ് എലിവേറ്റേഴ്സിൽ കൂടെ ഇങ്ങനെ പൊക്കി, ഭയങ്കര ചൂടുള്ള സാധനമല്ലേ, അപ്പം നമുക്ക് നേരിട്ട് കൊണ്ട് വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ റോ മീലിന് നമ്മൾ ബെൽറ്റ് ബക്കറ്റ്സിലൊക്കെ ആക്കി എലിവേറ്റർ വെച്ചിട്ട് അതിനെ പൊക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ദിസ് റൊട്ടേറ്ററി കിൽ ഈസ് ഫയർഡ് വിത്ത് പൾവറൈസ്ഡ് കോൾ. നമ്മൾ പറഞ്ഞു ഹൈ ടെമ്പറേച്ചർ ആണെന്നുള്ളത്. അപ്പം അതിനെ ഫയർ ചെയ്യാനായിട്ട്, ചൂടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പൾവറൈസ് ചെയ്ത കോളാണ്. എന്നിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം നമ്മളൊരു 1450 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
സോ ആ പ്രീ ഹീറ്ററിലും കിനിലൊക്കെ റോമിയിൽ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് അണ്ടർഗോസ് എ സീരീസ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഫോമിംഗ് ദ സിമെന്റ് മിനറൽസ്. സിമെന്റിന് മിനറൽസ് അത് ഉണ്ടാക്കുന്നു. ഈ പ്രീ ഹീറ്ററിലും കിനിലും ഒക്കെ വെച്ചിട്ട് കുറെ ഫിസിക്കലും കെമിക്കലും ഒക്കെ ആയിട്ടുള്ള ചേഞ്ചുകൾ നടന്നിട്ട് അത് സിമെന്റ് മിനറൽസ് അവിടെ വെച്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് റിസൾട്ടന്റ് പ്രോഡക്റ്റ് ഇൻ മോഡുലാർ ഫോം ഒബ്റ്റെയിൻഡ് ഫ്രം ദ കിൻ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ക്ലിങ്കർ. അപ്പം നമ്മുടെ റോട്ടറി കിന്നിൽ നിന്ന് നമുക്ക് ഒരു തരി പോലെയുള്ള, അതായത് മോഡുലാർ ഫോമിലുള്ള ഒരു പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അതിനെയാണ് ക്ലിങ്കർ എന്ന് പറയുന്നത്. Then this clinker is immediately quenched in the clinker cooler to stabilize its properties and stored in the clinker stockpile. അപ്പം നമുക്ക് ഇത്തരത്തിലെ തരി ഫോമിൽ കിട്ടുന്നതാണ് ക്ലിങ്കർ എന്ന് പറഞ്ഞു. അതിന് നമ്മൾ പെട്ടെന്ന് തന്നെ ക്വഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചൂടുള്ള ഒരു സാധനമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം അതിനെ ക്ലിങ്കറിൽ കൂളർ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ക്വഞ്ച് ചെയ്യുന്നു. അങ്ങനെ അത് സ്റ്റെബിലൈസ്ഡ് ആയി, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നന്നായി സ്റ്റെബിലൈസ്ഡ് ആയി. പിന്നീട് അതിനെ നമ്മൾ ക്ലിങ്കർ സ്റ്റോക്ക് പൈലിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിച്ചത്? നമുക്ക് റോമിയിൽ കിട്ടി. റോമിയിലിന് നമ്മൾ ക്ലിങ്കറിലേക്ക് അപ്ലൈ ചെയ്യാണ്. അതിനു മുമ്പ് തന്നെ എന്തൊക്കെ ചെയ്യണം? അതിനൊരു പ്രീ ഹീറ്ററിൽ ഹീറ്റ് ചെയ്യണം. പിന്നെ ക്ലിങ്കറിനെ കുറിച്ചിട്ടൊക്കെ നമ്മളൊന്ന് വർണ്ണിച്ചു. അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, അത് എങ്ങനെ ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്നു, അതിൽ റിഫ്രാക്ടറി ബ്രിക്സ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഈ പ്രീ ഹീറ്ററിലും ക്ലിങ്കറിലൊക്കെ വെച്ചിട്ട് നമ്മുടെ റോമിയിലിനെ ധാരാളം ഫിസിക്കലും കെമിക്കൽ ചേഞ്ചസും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് തരി ഫോമിൽ, മോഡുലാർ ഫോമിൽ നമുക്ക് ഈ മെറ്റീരിയലിനെ കിട്ടുന്നു. അതിനാണ് ക്ലിങ്കർ എന്ന് പറയുന്നത്. എന്നിട്ട് അത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ക്ലിങ്കർ കൂളർ വെച്ചിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ സ്റ്റെബിലൈസ് ചെയ്ത് നമ്മൾ ക്ലിങ്കർ സ്റ്റോക്ക് പൈലിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് സിമെന്റ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമെന്റ് പ്രൊഡക്ഷൻ ആണ്. അതായത് ഇത്തരത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിമെന്റ്. സോ ദ സിമെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രൈൻഡിങ് ക്ലിങ്കർ വിത്ത് 3 to 5% gypsum in a closed circuit ball mill to required fineness. അപ്പം ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ഈ ക്ലിങ്കറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 to 5% ജിപ്സം. ജിപ്സം എന്ന് പറഞ്ഞാൽ എന്താ? കാൽഷ്യം സൾഫേറ്റ് ആണ് അല്ലെ. CaSO4 2H2O ആണ് ജിപ്സം എന്ന് പറയുന്നത്. അപ്പം ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബോൾ മില്ല് വെച്ചിട്ട് ക്ലിങ്കറിനെ നമ്മൾ ജിപ്സമായിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പം എന്തിനാണ് നമ്മളിപ്പോൾ ഈ ജിപ്സ് ആയിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യം? What is the necessity for adding this gypsum? Gypsum is added to control the setting properties of cement. അപ്പോൾ സിമെന്റ് ഇങ്ങനെ കട്ടയാവുന്ന ആ സെറ്റിംഗ് പ്രോപ്പർട്ടീസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനും കൂടുതൽ എഫിഷ്യൻറ്റും ആക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജിപ്സം ആഡ് ചെയ്യുന്നത്. സോ ജിപ്സം ഈസ് ആഡഡ് ടു കൺട്രോൾ ദ സെറ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് സിമെന്റ്. സോ ദിസ് ഗ്രൈൻഡിങ് ക്ലിങ്കർ ആൻഡ് ജിപ്സം പൗഡേഴ്സ് and so this grinding clinker and gypsum produces ordinary Portland cement. അപ്പം അങ്ങനെ നമുക്ക് ക്ലിങ്കറും ജിപ്സും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കിട്ടുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? OPC അല്ലെങ്കിൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. Then the fly ash or slag at required proportion is ground along with clinker and gypsum to produce Portland പൊസൊളാന സിമെന്റ്, PPC എന്ന് പറയും. അതായത് ഇതിന്റെ കൂടെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഫ്ലൈ ആഷ് അല്ലെങ്കിൽ സ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലാഗിന് നമ്മൾ ക്ലിങ്കറും അതുപോലെ ജിപ്സും ഒക്കെ കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് PPC കിട്ടുന്നത്. അപ്പോൾ PPCയും OPCയും ഡിഫറെൻ്റ് ആണ്. OPC എന്ന് പറഞ്ഞാൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്, അതായത് ക്ലിങ്കറും ജിപ്സും കൂടി മിക്സ് ചെയ്തതാണ് നമുക്ക് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് പറയുന്നത്. ഇനി ഫ്ലൈ ആഷും കുറച്ച് ക്ലിങ്കറും കുറച്ച് ജിപ്സും ഒക്കെ കൂടി മിക്സ് ചെയ്യുന്നതാണ് PPC അല്ലെങ്കിൽ പോർട്ട്ലാൻഡ് പൊസൊളാന സിമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന സിമെന്റിനെ, ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിമെന്റിനെ നമ്മൾ കോൺക്രീറ്റ് സിലോസിൽ ഉപയോഗിക്കുന്നു. സാധാരണ അതിങ്ങനെ ബാഗ്സ് 50 kg ബാഗ്സ് ഒക്കെ ആയിട്ടാണ് പാക്ക് ചെയ്ത് കിട്ടുന്നത്. ഇലക്ട്രോണിക് പാക്കിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ട്. അതുവഴി 50 kg ബാഗ്സ് ഒക്കെ ആയിട്ട് പാക്ക് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്കത് മേടിക്കാൻ കിട്ടുന്നു. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ സിമെന്റിന്റെ യൂസ് എന്താ നമുക്കറിയാം. എന്താണ്? കൺസ്ട്രക്ഷൻ പർപ്പസിനാണ് സിമെന്റിന്റെ യൂസ് അല്ലേ. അപ്പോൾ ഇത്രയാണ് മലബാർ സിമെന്റ്സ് ലിമിറ്റഡ്. ഓക്കെ.